പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് അലൈനിലാണ്. അലൈനി വന്ന രീതിയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ഞാൻ തന്നെ ബസ്സിലാണ് വന്നത്. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പോയി നോക്കുക. കോൺക്രീറ്റ് പോലെ ഇരിക്കുന്ന ഒരു മതിൽ കിടക്കുന്നുണ്ട്. ഇതാണ് ഒമാൻ ബോർഡർ. അതിൻ്റെ അപ്പുറത്ത് ഒമാനാണ്. ദുബായിയുടെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടോ? ഇപ്പുറത്തെ സൈഡ് ഫുള്ളും ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആയിക്കൊണ്ടിരിക്കുക. അപ്പുറത്തെ സൈഡിൽ ഫുള്ളും ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ തൊട്ടിപ്പുറത്താണ് ബുർജ് ഖലീഫയൊക്കെ വരുന്നത്. ഉണ്ടല്ലോ, ഇവിടെ മരുഭൂമിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ കിളിപ്പിച്ച് വരുന്നുണ്ട്. അതല്ല അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ അലൈനിലോട്ടാണ്. അലൈൻ അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഒരു രാജകീയമായ ഒരു രീതിയിലാണ് അലൈൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ദുബായിൽ എവിടെ നോക്കിയാലും പാലങ്ങളാട്ടോ. എനിക്ക് തോന്നുന്നു ഇനി പാലങ്ങൾക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടംപോലെ പാലങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും പറയുമ്പോൾ പെട്ടെന്ന് പാലങ്ങൾ വരും. ഞങ്ങളുടെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എന്താണ് വെറൈറ്റി ബിൽഡിങ്ങാലോ അവിടെ നിന്ന് ആരും ഇല്ലെന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. ഇവിടെ വെറൈറ്റി ബിൽഡിങ് ഏകദേശം എനിക്ക് തോന്നുന്നു അതെല്ലാം കൂടെ ഒരു 4-5 സെൻറ്റേ നിൽക്കത്തുള്ളൂ. 4-5 സെൻറ്റിൽ ഇത്രയും വലിയ ബിൽഡിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആര് ഇതിന് ഇത് തരും? അതായത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിന് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഇതൊന്നും തരത്തില്ല. കണ്ടോ, ഇവിടെ കണ്ട തീപ്പെട്ടി അടുക്കി വെച്ചാണ് ഇരിക്കുന്നത്. അതായത് നമ്മൾ ഇതുകൊണ്ട് കറക്റ്റ് തീപ്പെട്ടി നമ്മൾ പിള്ളേരൊക്കെ വരയ്ക്കത്തില്ലേ, ആ ഒരു സ്ട്രക്ചർ പോലെ ആയിരിക്കും. ഇവിടെ കണ്ട സിൽക്കൻ സെൻറ്റർ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നത് ലുലുവിൻ്റെയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ്, പക്ഷേ ഒരു വെറൈറ്റി രീതിയിൽ നിൽക്കുന്നുണ്ടോ. ഇവിടെ അടുത്ത പാലം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലുലുവിൽ എന്തെങ്കിലും ഡയറക്റ്റ് പോയി ഇറങ്ങാനാണോ ഇനി നടപ്പാതയാണോ എന്ന് അറിയാൻ പറ്റില്ല. എല്ലാം കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങോട്ട് പോകുന്നത് കേട്ടോ. ലുലുവിൻ്റെ ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇങ്ങനെ അറ്റം വരെ ഉണ്ട്. പിന്നെ അടുത്ത മോഡലുണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡുണ്ട്. ഇപ്പുറത്തെ സൈഡ് ഞാൻ കാണിക്കുന്നില്ല, അവിടെ ആൾക്കാരിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാണിക്കുന്നില്ല. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് കഴിച്ചത്. എപ്പോഴും ഇങ്ങനെ കൺസ്ട്രക്ഷൻ 24 മണിക്കൂർ കൺസ്ട്രക്ഷൻ. എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനി വല്ലവിടെ ഇട്ട് കഴിഞ്ഞാൽ വിജയിക്കും. അതാണ്. പക്ഷേ വേറെ ആൾക്കാരുണ്ട്. കാര്യം എമർ എന്നൊക്കെ പറഞ്ഞ വലിയ ഗ്രൂപ്പുകളുണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ റോഡുകളുണ്ട്, ആരുമില്ല റോഡിൽ, പക്ഷേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. കാര്യം ആരുമില്ലാത്ത കാര്യം വേറെ ഒന്നുമില്ല, നല്ല വെയിലാണ്. 44-45 ഡിഗ്രിയാണ് ഇപ്പം വെയിൽ വരുന്നത്. പക്ഷേ അത് 2 ദിവസം കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പം ഇന്ന് 44 ആണെങ്കിൽ നാളെ ആകുമ്പം അത് 30 ആവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. രാത്രി ആകുമ്പോൾ ചിലപ്പോൾ രാത്രി സെയിം ചൂട് തന്നെ കേട്ടോ രാത്രിയും കിട്ടുന്നത്. നല്ല അവിഞ്ഞ ചൂടാണ് കിട്ടുന്നത്. നല്ല ചൂടുണ്ട് ഇപ്പം കേട്ടോ. അപ്പോൾ എപ്പോഴും വരുമ്പം നിങ്ങൾ ഡിസംബർ ആ സമയത്ത് വരിക. ഡിസംബർ അല്ലെങ്കിൽ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ നല്ല തണുപ്പായിരുന്നു. ഇനി അങ്ങോട്ട് ചൂടാണെന്നാണ് പറയുന്നത്. ഇപ്പം ചൂടായിട്ടില്ല. 44 എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണെന്നൊക്കെ പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 55-60 എന്നൊക്കെ പറയുന്നത്. എനിക്കറിയത്തില്ല. ഇപ്പം ഇന്ന് ഈ വർഷം കുറച്ചും കൂടി ചൂട് വരുമെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥ പറയുന്നത്. എന്തുവാണെന്നറിയത്തില്ല, നമുക്ക് നോക്കാം എന്തായാലും. ഇവിടെ തന്നെ ഇതിപ്പം 7 വരി പാതയാണ്. 1, 2, 3, 4, 5, 6, 7 വരി പാതയാണ്. ഇപ്പം 7 വരിയിൽ ഏറ്റവും ഇങ്ങനത്തെ പാതയ്ക്കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളവിടെ ടോട്ടൽ 6 വരിയുള്ളൂ. ഇവിടെ ഒരു വരി തന്നെ 7 വരിയാണ്. 7 വരി പാതയാണ് ഒരു സ്ഥലത്തു കൂടെ തന്നെ പോകുന്നത്. പിന്നെ ആ ലൈൻ കണ്ടോ, ആ ലൈൻ കീപ്പ് ചെയ്ത് കൊടുക്കണം. ആ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് മാറിക്കാൻ ഇൻഡിക്കേറ്റർ ഉണ്ടാവും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വെട്ടിച്ചിട്ട് പോകാൻ പാടില്ല. ഇവിടെ വെട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഫൈനാണ്.
അത് കാരണം കൊണ്ട് ഇത് മെയിനായിട്ട് ഈ ഒരു ലൈൻ കീപ്പ് ചെയ്ത് പോകണം. ലൈൻ കീപ്പിങ് നമ്മുടെ നാട്ടിൽ ലൈൻ കീപ്പിംഗ് കറക്റ്റായി കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ല. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്ന് പറയേണ്ട, ആക്സിഡൻറ്റ് ഉണ്ടാകും, എന്നാൽ ആക്സിഡൻറ്റ് കുറയ്ക്കാൻ പറ്റും ലൈൻ കീപ്പിംഗ്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ വിഷയം. ഇതാണ് ലൈൻ കീപ്പ് ചെയ്ത് പോകണം. ഇപ്പോൾ ഈ ലെഫ്റ്റ് ലൈനിൽ കൂടെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെൻട്രൽ ലൈനിൽ കൂടെ പോയി കഴിഞ്ഞാൽ അടുത്ത റോഡ് കട്ട് ചെയ്ത് കയറുമ്പോഴും അത് സെൻട്രൽ ലൈനിലായിരിക്കണം. അതല്ലെങ്കിൽ ഫൈനാണ് ബോയ്സ്. അപ്പം അങ്ങനെയുള്ള കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ അലൈനിലോട്ട് പോയിക്കൊണ്ടാണ് ഹത്ത റോഡാണ് ഈ കിടക്കുന്നത്. ഹത്ത അലൈൻ റോഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഫുള്ളും മരുഭൂമിയാണ്. അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. നിങ്ങളെന്തായാലും അലൈൻ റോഡ് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തായാലും തിരിച്ചു വരുമ്പം അപ്പുറത്തെ സൈഡ് രാത്രിയാവും. അതെന്തായാലും നോക്കാം. എന്തായാലും തിരിച്ചു വരുമ്പം ഞാൻ എന്തായാലും അപ്പുറത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞാൻ ഒന്നും കാണാൻ പറ്റത്തില്ല. അതാണ് മെയിൻ കാര്യം. രാത്രിയാകുമ്പോൾ ദുബായിൽ വരുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് അത് നല്ല ഞാൻ കാണിച്ചു തരാം. നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ വീഡിയോസ് കിടപ്പുണ്ട്. രാത്രിയിലത്ത് ദുബായും രാത്രിയിൽ ഈ അലൈൻ റൂട്ട് പോകണം. ഞാൻ ഇഷ്ടംപോലെ വട്ടം ഈ റൂട്ടിൽ പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം പോകാത്ത മിക്ക സ്ഥലങ്ങളും കുറവാണ്. ഇനി പോകാനുള്ള സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ട് സഫാരി ഇങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസില്ലേ, അങ്ങനത്തെ സ്ഥലത്തൊന്നും പോയില്ല. അതായത് സ്പോട്ട്, അതായത് ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും ഞാൻ വലുതായിട്ട് പോയിട്ടില്ല. പക്ഷേ ഞാൻ ദുബായിൽ ഒരു ഒട്ടുമിക്ക സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ബസ്സെടുത്ത് ചുമ്മാ ബസ്സിൽ കയറി അത് 7 ദിർഹമേ ഉള്ളൂ. അതിന് അരമണിക്കൂർ മുമ്പേ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ 7 ദിർഹം കൊടുത്താൽ മതി. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ദുബായ് മെട്രോ കാർഡിലുണ്ട്. അതുകൊണ്ട് അത് വെച്ചാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടത് ഇവിടെ എല്ലാം ഇത് കിളിപ്പിച്ചെടുക്കുക. എത്ര വർഷം കൊണ്ട് കിളിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാമോ? അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചാൽ മരുഭൂമിയിൽ ഇവർ കിളിപ്പിക്കുന്നത് കാണിച്ചു തരാം. അവിടെ കെട്ടി വേലി കെട്ടി കിളിപ്പിക്കുന്നത്. ഇവിടെ എപ്പോഴും പള്ളി ഒരു കിലോമീറ്റർ ഇടയിൽ വെച്ച് അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ ഇടയിൽ വെച്ച് ഒരു പള്ളിയാണ് കേട്ടോ. ദൂരെ കണ്ട് ഒരു മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തോ സംഭവം എന്ന് അറിയത്തില്ല. പക്ഷേ ചിലപ്പോൾ നമുക്കറിയത്തില്ല, മയങ്ങി വല്ലതായിരിക്കും, അതല്ലെങ്കിൽ പാറപ്പൊടിയോ അങ്ങനെ നല്ല ഒരു മണ്ണ് ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടേക്കുക. നമുക്കിനി അറിയത്തില്ല. കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയത്തുള്ളൂ എന്താ ഇവിടെ സംഭവം എന്ന് പറയുന്നത്. ഗ്രീൻ മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മൈനിങ്ങാണ് എനിക്ക് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഫാക്ടറിയിൽ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം സംഭവം എല്ലാം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റില്ല. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഗ്രീൻ്റെ എന്തോ സംഭവമാണ്. ഇതൊരു പാറകൾ പൊടിച്ചെടുക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു വണ്ടി കാലിയായിട്ട് ഇങ്ങോട്ട് പോകണത്. ഇനി പാറകൾ കൊണ്ട് ഇടുന്നതാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ എന്ത് സംഭവിക്കുന്നത്. എന്തായാലും ഇവിടെ നിന്ന് മൈനിങ് ആവാൻ ചാൻസ് കുറവാണ്. കാര്യം ചിലപ്പം പറയാൻ പറ്റത്തില്ല. ഇതേപോലെ എന്നിട്ട് വലിയൊരു മലയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കളയും ഇവിടെ. പറയാൻ പറ്റത്തില്ല. ഇപ്പം മരുഭൂമിയായിട്ടോ. എന്നാലും അവിടെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ ദൂരെ നോക്കിയാൽ ചെറിയ മരങ്ങൾ അവിടെ ക്ലച്ചിരിക്കുന്ന കാണാൻ പറ്റും. അതൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ കണ്ടോ, വേലി തിരിച്ച് മരങ്ങൾ വയ്ക്കുക, ചെടികളൊക്കെ വയ്ക്കും. എന്നിട്ട് അതിന് വേണ്ടിയുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കി എനിക്ക് തോന്നുന്നു ഒരു 20 വർഷം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 20 വർഷം കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റപ്പ് ആവും. പിന്നെ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ ഫോണിൽ കൂടെ കാണാൻ പറ്റത്തില്ല. അവിടെ ലൈൻ കമ്പീസ് പോകണമുണ്ട്. അപ്പോൾ ദൂരെ എവിടെയോ പവർ പ്ലാന്റ് ഉണ്ട്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയാണ് ഈ ലൈൻ കമ്പീസും കാര്യങ്ങളൊക്കെ അവർ വലിച്ച് നേരെ അങ്ങ് പോകണം. അപ്പം ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റോ ന്യൂക്ലിയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഹൈഡ്രോ ഇലക്ട്രിക് ഇവിടെ കാണത്തില്ല. കാര്യം വെള്ളം വെച്ചൊന്നും പണിയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത് കാരണം ന്യൂക്ലിയർ ആയിരിക്കും മിക്കവാറും യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പം അവിടെ നിന്ന് പവർ പ്ലാന്റ് അങ്ങ് ദൂരെ ആയിരിക്കും. അവിടെ നിന്ന് ഇനി എന്താ ലൈനിട്ട് ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവരും, സിറ്റിയിൽ വരെ കൊണ്ടുവരും. എൻ്റെ ഇവിടെ കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് മരുഭൂമി കറക്റ്റ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഈ മരുഭൂമി നിങ്ങൾ നോക്കുക. ഞാൻ കാണിക്കുന്ന ഓരോരോ രീതി നിങ്ങൾ നോക്കുക. ഇതുണ്ട്. മറ്റേത് ഇച്ചിരി മരം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം മരങ്ങൾ കുറവാണ്. അപ്പം ഇനി അങ്ങോട്ട് പോകുമ്പം ഫുള്ളും മരുഭൂമിയായിട്ട് കിടക്കുന്നത് കാണിച്ചു. എന്നാലും അവൻ്റെ ഇടയിൽ ചെറിയ മരങ്ങളും ചെടികളും ഒക്കെ അവർ ഇട്ടുപിടിപ്പിക്കും. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ സെക്ഷൻ കണ്ട. ഈ സെക്ഷൻ കണ്ടതിൽ നമുക്ക് മനസ്സിലാവും കടൽ പോലെ കിടക്കുക. നമുക്ക് അങ്ങ് എൻഡ് കാണാൻ പറ്റത്തില്ല. നോക്കിയാൽ അധികം കാണാൻ പറ്റും. അങ്ങ് എൻഡില്ല. അപ്പോൾ കടലിൽ നമ്മൾ ഇറങ്ങത്തില്ലേ, കടലിൻ്റെ എൻഡിൽ അതേപോലെ കിടക്കുക. പക്ഷെ അങ്ങോട്ട് റോഡൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഫുൾ മരുഭൂമിയാണ്. കട്ട ചൂടും കട്ട വെയിലുമാണ്. ഇനിയും ഉണ്ട്. ഇതിപ്പം ഈ ഒരു സെക്ഷൻ ആയല്ലോ. ഇനി അടുത്ത സെക്ഷനുണ്ട്. അടുത്ത സെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും കാണത്തില്ല. ഫുള്ള് മരുഭൂമിയായിരിക്കും. ഒരു ചെടികൾ കാണും കേട്ടോ. ഇവരെല്ലാ മരുഭൂമിയിലും ചെടികൾ അവർ ക്രിയേറ്റ് ചെയ്ത് അവർ മുളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ അന്തമില്ലാത്ത എനിക്ക് ഇതിൽ കാണാൻ പറ്റില്ല. കാര്യം ഇങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ നോക്കി അങ്ങ് അന്തമില്ലാത്ത രീതി കിടക്കും. പക്ഷേ മരങ്ങളെല്ലാം ഈ സൈഡിൽ ഇങ്ങനെ കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ചെറിയ ബിൽഡിങ്ങേ വരുന്നുള്ളൂ. ഇനി അറിയില്ല എന്താണെന്ന്. പക്ഷേ പള്ളി എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ അല്ല അവിടെ പള്ളി ഉണ്ടോ. അതേപോലെ ചെറിയ പള്ളികൾ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ ഇടവിട്ട് പള്ളികൾ കാണും. പിന്നെ അങ്ങോട്ടൊക്കെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അതായിരിക്കും അവിടെയൊക്കെ ഒരു ബിൽഡിങ് വന്നിരിക്കുന്നത്.
ഇനി അങ്ങോട്ട് ഫുള്ളും ഈന്തപ്പഴത്തിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എല്ലാം ഈന്തപ്പഴം നിൽക്കുന്നുണ്ട്, ഈന്തപ്പഴം ഇവിടെ ഉണ്ട്, ചുമ്മാ റോഡിലും നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃഷികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. കാര്യം ചുമ്മാ മരുഭൂമി കിടക്കില്ലേ. ഇപ്പം ഈന്തപ്പഴം പിടിക്കുന്ന സ്ഥലമാണ്, അതായത് ഈ ചൂട് സമയത്താണ് ഈന്തപ്പഴം പിടിക്കുന്നത്. അതായത് ഈന്തപ്പഴം പിടിച്ച് കഴിഞ്ഞിട്ട് അത് വിളയാൻ വേണ്ടിയുള്ള ചൂടാണ് ഈ 50-60 ഡിഗ്രി. ഇന്ന് ചൂടായി വിളഞ്ഞ് വീഴും. അതാണ് അതിൻ്റെ ഒരു. അപ്പോൾ ഇപ്പോഴത്തെ ഈന്തപ്പഴത്തിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത് ഫുള്ളും. അവിടെ കണ്ടോ, ഇനി അങ്ങോട്ട് ഇഷ്ടം പോലും ഉണ്ട്. അലൈനിൽ ഫുള്ളും ഈന്തപ്പഴത്തിൻ്റെ കൃഷികളും. നമ്മളൊരു കേരളത്തിൽ പോയൊരു ഫീൽ പോലെ നമുക്ക് അലൈനിൽ കാണാൻ പറ്റും. അലൈനിലോട്ട് എത്തിയില്ല, അലൈനിൽ ഇനിയും വേണം. ഒരു 50 കിലോമീറ്റർ ആകുമ്പോൾ അലൈൻ ബോർഡറാവും. അപ്പം ബോർഡറൊന്നുമില്ല, ഇപ്പം നിൽക്കുന്ന ഫുള്ളും ദുബായിയാണ്. അങ്ങോട്ട് പോകുമ്പോൾ അലൈൻ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെയും ഇങ്ങനെ ഫുള്ളും കൃഷികളും പിന്നെ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. ഈ സൈഡിൽ ഫുള്ളും ഈത്തപ്പഴം. പക്ഷേ ഈത്തപ്പഴം എല്ലാം നല്ല വിളയാറില്ല. നോക്കിയാൽ ഏതൊരു മരത്തിൻ്റെ വെള്ളം കാണാൻ പറ്റുന്നില്ല. പൂവൊക്കെ വന്ന് കായ്ച്ച് നിൽക്കുക. അപ്പം ഇനി അത് വിളയാനുണ്ട്. പച്ച കളറിൽ നിൽക്കുന്നത്. പിന്നെ അത് വെള്ളം കണ്ട ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ നോക്കി ഇവിടെ കവറിട്ട് വെച്ച് തുടങ്ങി, അത് പൊട്ടാതിരിക്കാൻ വേണ്ടി. കണ്ട് പോയി നോക്കിയാൽ വണ്ടി കവറിട്ട് വെച്ചിട്ടുണ്ട്. കാര്യം അത് കുഴിഞ്ഞ് താഴെ വീഴാതിരിക്കുകയാണ്. പിന്നെ ആ ഒന്നും അത് കുത്തിയെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇത്തരം വിളകൾ ചൂടത്ത് 50 ഡിഗ്രി 55 ഡിഗ്രിയിലാണ് ഈത്തപ്പഴം വിളയുന്നത്. ഒരു ഫെൻസിങ് ഉണ്ട്, അതാണ് ഒമാൻ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് കാണുന്ന ഒമാനാണ്. ഒമാൻ ബോർഡറാണ് ഈ ഇത്രയും വലിച്ചിട്ട് പച്ചക്കളം. പിന്നെ അപ്പുറത്ത് കാണുന്ന വൈറ്റ് കളർ ഒമാൻ. നമുക്ക് ഇവിടെ നിന്ന് മല കാണാൻ പറ്റും. ഒമാനിലെ മല കാണാൻ പറ്റും. ഇത് ഒമാൻ്റെ ബോർഡറാണ്. കറക്റ്റ് നമ്മൾ പോകേണ്ട ഇത്ര ഒരു പോർഷൻ മാത്രമേ ഒമാൻ്റെ ബോർഡറായിട്ട് കടന്നു പോകുന്നത്. പിന്നെ അങ്ങോട്ട് കിടക്കും. ഈ റോഡും ഒമാൻ്റെ ബോർഡറും പാരലായിട്ട് വരുന്നൊരു സ്ഥലമാണിത്. ഇത് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും വരും കേട്ടോ ഈ ബോർഡർ. ഇപ്പോൾ ഈ ബോർഡർ ഇപ്പോൾ കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോയി, ബോർഡർ അങ്ങോട്ട് പോയി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അലയിൽ എത്തുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് പിന്നെ ഈ ബോർഡർ തൊട്ടടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അലയിൽ എത്താറായിട്ടുണ്ട്. എനിക്കൊരു 50 കിലോമീറ്റർ ഇല്ല, ഒരു 30 കിലോമീറ്റർ ആകുമ്പോൾ മലയിലെത്തും. ഇവിടെ കണ്ട ഇവിടെ ഈത്തപ്പഴമൊക്കെ പച്ചക്കളർ നിൽക്കുക, കായായതേ ഉള്ളൂ. ഇനി അത് പഴുക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു വില്ലയാണ്. അപ്പം ഇവിടെ ട്രിപ്സ് അങ്ങനെയുള്ള താമസിക്കുന്ന ഒരു വില്ലകളാണ് ഇത് ഫുള്ളും. ഇനി അങ്ങോട്ട് ഫുള്ളും ഇതേപോലെ കുറച്ച് ബിൽഡിങ് കാര്യങ്ങൾ. കാര്യം ഇപ്പം നമ്മൾ അലൈൻ ബോർഡറാണ് കാണാൻ. അലൈൻ ഒരു എമിറേറ്റ്സിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് ഒരു വട്ടം നമുക്ക് വേണമെങ്കിൽ ഇത് കാണാൻ പറ്റും, ഒമാൻ ബോർഡർ കാണാൻ പറ്റും. ഒമാൻ ബോർഡർ എന്ന് വെച്ചാൽ ആ ബോർഡറിൽ ആ ഫെൻസിങ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ അലൈനിൽ കയറി നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഒരു പാർക്ക് ഫീൽ. നമ്മൾ ഒരു പാർക്കിൽ കയറി കണക്കാണ്. ഇവിടെ ഫുള്ളും ഒരു വില്ല മോഡലാണ്, വില്ല മോഡൽ സ്റ്റൈലാണ്. ഇവിടെ ഫുള്ളും ബിൽഡിങ്സ് കുറവാണ്. ഇവിടെ ഉണ്ട് ബിൽഡിങ്സ്, ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്, എന്നാലും വില്ലകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കുടുംബത്തോടെയൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പം ഏകദേശം ഇപ്പം 4 വരി പാത ആയിട്ടുണ്ട്. മറ്റേതാണ് നമ്മൾ 7 വരി പാതയിലോട്ടാണ് വന്നത്. ഇപ്പം 4 വരി പാത. 4 വരി പാത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതിന് 8 വരി പാത എന്ന് പറയും, മറ്റേതിന് 14 വരി പാത. അത് ഒരു ലൈനാണ് 4 വരി കേട്ടോ.
ആ കാണുന്നതാണ് ഒമാൻ ബോർഡർ കേട്ടോ. ആ ഒരു കോൺക്രീറ്റ് പോലെ ഇരിക്കുന്ന ഒരു മതിൽ കിടക്കുന്നുണ്ട്. ഇതാണ് ഒമാൻ ബോർഡർ. അതിൻ്റെ അപ്പുറത്ത് ഒമാനാണ്. ഇവിടെ ഒരു സ്റ്റേ ഒക്കെ ഉണ്ട് അവിടെ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണമെങ്കിൽ അവിടെ ഒരു ചെറിയൊരു കഫ്തീരിയ അതേപോലൊരു സ്ഥലമുണ്ട്. ഞാൻ തിരിച്ചു വന്നന്ന് ഞാൻ ഇവിടെ ഏകദേശം അലൈനിപ്പോൾ 4ാമത്തെ പ്രാവശ്യം പോകണം കേട്ടോ. അപ്പം ചില സമയത്ത് അവിടെ ഒരു കഫ്തീരിയ ഉണ്ട്. അവിടെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അത് തൊട്ടപ്പുറത്ത് ഇതേപോലെ ഒമാനല്ല അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒമാൻ. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഒമാൻ ബോർഡറാണ് ഈ കാണുന്നത്. അപ്പുറത്ത് ഒമാനാണ്. അപ്പോൾ ഇനിയും ഇത് ഒരു കുറേ ഒരു 1, 2, 3, 4 കിലോമീറ്റർ കാണും. അത് ഈ ഒരു ബോർഡർ കഴിയുമ്പോഴാണ് ബോർഡർ കഴിയുമ്പോൾ ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ടൊരു പോകും. ഈ ബോർഡർ കുറച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഇതാണ് പാരലായിട്ട് വരുന്നത്. കറക്റ്റ് പാരലായിട്ട് വരുന്ന ഒരു ബോർഡറാണിത്. തൊട്ടപ്പുറത്ത് ഒമാനും ഇവിടെ UAE ഒമാനും. അപ്പം നമ്മൾ ഹത്ത ബോർഡറിലൊക്കെ പോകുന്ന റൂട്ടായിട്ട് ഹത്ത റോഡാണിത്. ഹത്ത അലൈൻ ഒക്കെ പോകുന്ന റൂട്ടാണ് ഈ റൂട്ട് വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒമാൻ ബോർഡർ എത്തും. ഇവിടെ നിന്നാണ് നമ്മളെല്ലാവരും ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്നത്. ഇതാണ്. അപ്പം നമ്മളിപ്പോൾ അലൈനി വന്നിട്ടുണ്ട്. അലൈനിലൊരു പ്രത്യേകത ഇവിടുത്തെ പാലങ്ങൾ കണ്ടോ. ട്രഡീഷണൽ രീതിയിലാണ് ഇവിടുത്തെ ഫുള്ള് കാര്യങ്ങൾ ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. ഓരോരോ ക്ലോക്ക് ആയാലും ശരി, ഓരോരോ മറ്റേ എൻ്റെ പേര് മറ്റേ നമ്മളെ ലൈറ്റിൽ ആ ലൈറ്റ് ഇവരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഇതെല്ലാം നമ്മൾ ഈ പാലം കിടക്കുമ്പോൾ നമ്മൾ ഒമാനിലെ ആ ഒരു സിറ്റിയിലോട്ട് കിടക്കും കേട്ടോ. ഫുള്ള് വില്ലയാട്ടോ. അപ്പോൾ ബിൽഡിങ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതേപോലെ ഈ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഒമാൻ സിറ്റിയിലോട്ട് കടന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കണ്ട അത് ഒമാനിലെ അലൈൻ സിറ്റിയിലോട്ട് കിടക്കണ്ട. അലൈനിലോട്ട് കിടന്ന് ഒമാൻ ബോർഡർ അവിടെ നിന്ന് അങ്ങോട്ട് കിടന്ന് പിന്നെ ചുറ്റിക്കറങ്ങി പിന്നെയും വരും. അത് നമുക്കിങ്ങനെ പാരലായിട്ട് എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ തൊട്ടപ്പുറത്ത് ഒമാനും ഇവിടെ അലൈനും അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അലൈൻ വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറേ റൗണ്ടുകൾ കാണും. ഇങ്ങനത്തെ ഒരു ഏരിയയാണ് ഫുൾ അലൈൻ വരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാലസാണ്. ഫുൾ സ്ഥാപിച്ചിരിക്കുന്ന പാലസാണ് ഈ കാണുന്നത്. അത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് ഞാൻ പറ്റുന്നില്ല. ഇതൊരു പാലസാണ്. ഈ ഒരു സ്ട്രക്ചറായിരിക്കും കൂടുതൽ നമ്മൾ അലൈൻ കൂടുതൽ കാണുന്നത്. ഇതിങ്ങനെ പോകും റൗണ്ട് കാണും. അതായത് നമ്മൾ കറക്റ്റ് പാർക്കിൽ കൊടുത്തത്. അതാണ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ട് കുറേ ഇതുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇവരെ ഒരു കുടുംബ പള്ളി എന്നില്ലേ അതേപോലെ ഒരു ജമാഅത്ത് പള്ളിയായിരിക്കും ആ കാണുന്നത്, മേളിൽ കാണുന്നത്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അത് ഒരു പള്ളിയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇവരെ പാലസിൻ്റെ ഇതായതുണ്ട്. ഇതേപോലെ നമ്മൾ അലയിലപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ടാണ്. അടുത്ത റൗണ്ട് പിന്നെ സെൻറ്ററിൽ നോക്കിയാൽ മതി. അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ വയ്ക്കും. അത് ഈ റൗണ്ട് ചെയ്യാൻ അങ്ങനെ ടൗൺ സെൻറ്റർ എന്നൊക്കെ പറയുന്നത്. അങ്ങോട്ട് ടൗൺ സെൻറ്ററാണ്. അപ്പം അതൊരു ഇച്ചിരി വലിയ ഷൂട്ട് ഏരിയയാണ്. ഇതിലങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചിട്ട് അവിടുത്തെ ആ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. ഇതാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പോഴും നല്ലൊരു പച്ചപ്പ് കളറാണ്. ഇവിടെ ഇത് കണ്ടോ. ഇത് ഒരു ഗാർഡൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗിലൊക്കെ കാണുന്ന ഒരു ഫേമസ് സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇവിടെ എനിക്ക് തോന്നുന്നു പേ ഒന്നും ചെയ്യണ്ട, കയറാൻ പറ്റുമെന്ന് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ഇതൊരു വലിയ, അതായത് നമ്മുടെ കേരളം പോലെ ഇതൊരു വലിയൊരു ഏരിയയിൽ കയറി അതുണ്ട്. ടൂറിസ്റ്റ് സ്പോട്ടാട്ടോ അത്. അപ്പോൾ നമ്മളവിടെ വന്നിട്ടില്ല. എന്തായാലും ഇങ്ങോട്ടൊക്കെ പോയി നമ്മൾ എടുക്കുന്നുണ്ട്. ടൂറിസ്റ്റ് സ്പോട്ടാണ് അത് കേട്ടോ. ഇവിടെ ഒരു വില്ല പോലെ, വില്ലയെന്ന് വെച്ചാൽ ഒരു നമ്മുടെ കേരളമൊക്കെ ഇല്ലേ ഒരു കൃഷി സ്ഥലം, ആ ഒരു രീതി കാണാൻ പറ്റും. വെള്ളം ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. വില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലൈൻ ഫാം ഹൗസ് അലൈൻ ഫാം ഹൗസ് അങ്ങനെ എന്താണ് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി.
അലൈൻ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 2 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ അലൈൻ എത്തുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് കുറേ സ്റ്റോപ്പുകളുണ്ട്. പിന്നെ അലൈൻ കണ്ട ഇതേ കണക്കായിരിക്കും നമ്മൾ ഒരു വലിയ വലിയ ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട്. എന്നാലും നമ്മൾ ദുബായി കാണുന്ന കണക്ക് അത്രയും ബിൽഡിങ്സ് ഇല്ല. പിന്നെ ഫുള്ളും പച്ചരിയില്ല, പച്ചപ്പ് ഫുള്ളും പച്ചതാകണ്ട ഇതുണ്ട്. ഫുള്ളും കൃഷികൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം ഇവിടെ അജ്മാൻ, അലൈൻ ഇങ്ങനെയുള്ള സ്ഥലം. ഇവിടെ ഇഷ്ടംപോലെ കൃഷികളാണ്, മെയിൻ സംഭവം കൃഷികളാണ്. ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു സ്ഥലം കണ്ട, ഇത് കണ്ട ഈന്തപ്പഴം കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ അടുത്ത സ്റ്റോപ്പ് എത്താനുള്ള കാര്യങ്ങൾ പറയുക. ഓക്കെ ഇത് കണ്ടോ, ഇവിടെ കണ്ട ഫുള്ളും അട്ടാറ് രീതി, അട്ടാറ് കണ്ട. ഒമാൻ്റെ അടുത്ത ബോർഡർ വരുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ ബോർഡർ എന്ന് പറഞ്ഞാൽ ഫെൻസിങ് ആണ് കേട്ടോ. ബോർഡർ ഇവിടെ ആണല്ലേ, ബോർഡർ ഇവിടെ അല്ല, അലയിലൊരു ബോർഡറുണ്ട്, പിന്നെ ഇതേപോലെ തന്നെ ഹത്തയിലൊരു ബോർഡറുണ്ട്. അപ്പം ഇത് ഫെൻസിങ് ആണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുൾ ഫെൻസിങ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ നേരെ ലെഫ്റ്റ് സൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പാരലായിട്ട് ഒരു 3-4 സ്ഥലത്ത് നമുക്ക് പാരലായിട്ട് ഈ ഒമാൻ്റെ ബോർഡർ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇത് ഒരു പാലമാണ്, ചെറിയ വെള്ളമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇനി ഒരു മഴക്കാലമൊക്കെ മഴക്കാലം വരുമോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരു ഡാം പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒമാനിൽ നിന്ന് വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരും. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണേണ്ട എന്തുവാന്ന് അറിയത്തില്ല. അതായത് വെള്ളം വീഴുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പാർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അലൈൻ പാർക്കാണ് ഈ കാണുന്നത്. ആൾക്കാരൊന്നുമില്ല. ഇതുകൊണ്ട് വെയിലൊക്കെ ആയതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ വരും, അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ വരില്ല, രാത്രിയാകുമ്പോൾ വരുമായിരിക്കും. നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാര്യം ദുബായിൽ വല്ലായിരുന്നു ഈ പാർക്കിൽ എപ്പോഴും ആൾക്കാർ കാണും. അതുകൊണ്ടല്ലോ എൻ്റെ എൻട്രൻസാണ് എന്തൊരു പാർക്ക് കേസ്. അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾ വായിച്ച് നോക്കും. വലിയൊരു പാർക്കാണ്. ഇതൊരു 1.5 കിലോമീറ്ററുള്ള പാർക്കാണ്. അതിൻ്റെ ചുറ്റിനും വേണമെങ്കിൽ നടക്കാം, മൂടാം, അങ്ങനെയൊക്കെ ഉണ്ട്. അകത്ത് സിന്തറ്റിക് ട്രാക്കൊന്നുമില്ല നമ്മുടെ ദുബായെ പോലെ. അത് നോർമൽ. ഇത് കണ്ടോ, ഇത് ഫുള്ള് ഒരു ലക്ഷറിയസ് ഫീൽ പോലെ, ലക്ഷറിയസ് പോലെയല്ല, ഒരു ട്രഡീഷണൽ ഫീലാണ് നമുക്ക് ഈ ഒരു അലൈൻ ഫുള്ള് വന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ട്രാഫിക് ലൈറ്റ് നോക്കി ഒരു ഗോൾഡൻ കളർ, ഒരു വെറൈറ്റി രീതിയിലാണ് ട്രാഫിക് ലൈറ്റ്. അങ്ങനെ വെറൈറ്റി രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് വെച്ചിരുന്നത്. അതൊക്കെ ഇവിടുത്തെ ആ ഒരു ഇതുണ്ടോ, ഇതിൻ്റെ ടൈമിംഗ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ടൈമിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കണം. എന്തായാലും വെളി ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ക്രോസ് ചെയ്യാൻ നിൽക്കാനത്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യനില്ല കേട്ടോ. നടക്കുന്ന ആരും കാണത്തില്ല. പക്ഷേ ഭയങ്കര ചൂട്, അതുകൊണ്ടാണ് നടക്കുന്നതൊന്നും ആരും നടന്നു പോകാത്ത. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ ആൾക്കാർ കുറവാണ്. ദുബായ് പോലെ അത്ര ആൾക്കാർ ഇല്ല, അതുകൊണ്ട് ആൾക്കാർ കുറവാണ്. അതുകൊണ്ടാണ്ട് ആരെയും നടക്കുന്ന നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പം സിറ്റിയിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് കാണിച്ചു തരാം. കണ്ടില്ല, ഇവിടെ കണ്ടില്ല. ഇതിപ്പം 1, 2, 3, 4 വരി പാതയായത് കേട്ടോ. ഇതിപ്പോൾ 4 വരി പാത. പിന്നെ അവിടെ സർവീസ് റോഡുണ്ട്. പിന്നെ ഇതെല്ലാം വില്ല പോലെയാണ്. അവിടെ ഫ്ലാറ്റൊന്നും ഇപ്പം ഇല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണുമായിരിക്കും ഫ്ലാറ്റ്. പക്ഷേ ഇവിടെ മിക്കതും കൂടുതലും വില്ലകളാണുള്ളത്. ചെറിയൊരു ഫ്ലാറ്റുകൾ കാണാൻ പറ്റും. ചെറിയൊരു ഫ്ലാറ്റ് എന്ന് വെച്ചാൽ കൂടി പോയി കഴിഞ്ഞാൽ 4 നില 5 നില ആ നിലയിൽ വരുന്ന ഫ്ലാറ്റുകളേ ഉള്ളൂ. അത്രയും അതിനെക്കാട്ടി വലിയ നിലയൊന്നും നമ്മൾ കാണാൻ പറ്റത്തില്ല. ഒരു 3 or 4 നിലയിലുള്ള ഒരു ഫ്ലാറ്റ്. ഇവിടെ റെൻറ്റും വിലക്കുറവാണ്. ഇത്ര പറ്റത്തുള്ളൂ. ഇതിനെക്കാട്ടി നമുക്ക് എന്തായാലും ഭയങ്കരമായ ഒരു 24 നിലയൊന്നും കാണാൻ പറ്റില്ല. അത് വെച്ചിട്ട് അകത്തോട്ട് പോകണം തോന്നുന്നു. ഈ ഒരു ഏരിയയിൽ ഇത്രയും കാണത്തുള്ളൂ. ഒരു 4 or 5 നിലയൊക്കെ കാണത്തുള്ളൂ. ADBI ഇത് ബാങ്കാണോ ആയിരിക്കും. നമ്മുടെ അലയിൽ നിന്ന് വന്നപ്പോൾ കണ്ടില്ല, കൊന്നപ്പ് നിൽക്കുന്ന നോക്കി. നമ്മൾ കൊന്നപ്പാണ് നിൽക്കുന്നുണ്ട്. ഇത് ഫുള്ള് നോക്കി. ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ വിഷു കഴിഞ്ഞപ്പോൾ ഇവിടെ കൊന്നപ്പ് പൂത്തോ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് വ്യത്യസ്തമല്ലേ. അതായത് ദുബായല്ല, ഇതിപ്പം UAE തന്നെയാണ്. ഇത് അലയിനാണ്. അലയിൽ കൊന്നപ്പ് പൂത്തിരിക്കുന്നത് രക്ഷയില്ല. ഏറ്റവും വലിയ പള്ളിയാണ് കേട്ടോ ഇത്. നമുക്ക് ആ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് ആ സ്ഥലത്തിന് അവിടെ നിന്നൊക്കെ നമ്മൾ കറങ്ങി വന്നത്. അപ്പം അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ പള്ളി 2 മിനാരം പോലെ ഈ 2 കാണാൻ പറ്റും. അവിടെ ഡേറ്റിംഗ് ടൈം വീഡിയോ കാണിക്കുന്നുണ്ട്. ഏറ്റവും മേളിലൊരു ആ ഒരു ഇവിടെ ഡേറ്റിംഗ് ടൈം വീഡിയോ കാണിക്കുന്നുണ്ട്. ഇവിടെ കൊന്നമരം ഇവിടെ ഒന്നും ഇല്ല. ആ ഏരിയയിൽ പോലും കൊന്നമരം ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞു. ഇനി നമ്മളെന്തായാലും ഈ അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ്. അതായത് അത് നിർത്തി അലയിൽ എത്താനായിട്ട് കുറേ ബസ് സ്റ്റോപ്പിൽ നിർത്തി പോകത്തുള്ളൂ. അതായത്
അത്രയ്ക്ക് വലിയൊന്നുമില്ല, വലിയ ബ്ലോക്കൊന്നുമില്ല. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പം ഏകദേശം ഒരു 3 മണി 4 മണി 3:30 കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ തിരക്ക് ഇത്ര കാണത്തുള്ളൂ, വലിയ തിരക്കൊന്നും ഇവിടെ കാണില്ല കേട്ടോ. പക്ഷേ അങ്ങനെ നമ്മൾ അലൈൻ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകും. അതായത് ഉണ്ടല്ലോ പള്ളി, ഇഷ്ടംപോലെ കുടിപ്പുടുകയും പള്ളിയുണ്ട്. നമ്മൾ എന്തായാലും വന്ന് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇറങ്ങട്ടെ. ഈ കാണുന്നതാണ് അലൈൻ ബസ് സ്റ്റോപ്പ് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടങ്ങ് ഇറങ്ങിയത് ഇവിടെ നിന്ന് ക്രോസ് ചെയ്യണം. ഇവിടെ കുറച്ച് സ്ട്രിക്റ്റാണ് കേട്ടോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഇതാണ് അലൈൻ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞാൻ 4-5 വട്ടം ഇപ്പോൾ 4ാമത്തെ വട്ടം വരുന്നത്. ഇത് അലൈൻ മാർക്കറ്റാണ് കേട്ടോ. ഇത് പള്ളിയാണ്. ഒരു വെള്ളം വേണമെങ്കിൽ കുടിക്കാൻ വേണ്ടി ഇവിടെ നിന്നിടുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അത് കുടിക്കുക, ചായ വേണമെങ്കിൽ അവിടെ നിന്ന് കുടിക്കാം. ഇത് പള്ളി, പിന്നെ ഇത് മാർക്കറ്റാണ് കേട്ടോ. നല്ല ചുട്ട് പൊള്ളുന്ന അലൈനെ കണ്ടിട്ടുണ്ട്. ഇതാണ് നല്ല ചുട്ട് പൊള്ളുന്ന വെച്ചാൽ 44-45 ഡിഗ്രി ഉണ്ട്. ഫീൽ ലൈക്ക് 50 കേട്ടോ. അല്ലാതെ 44 ഡിഗ്രിയാണ് അവർ പറയുന്നത്. ഫീൽ ലൈക്ക് 50 ഡിഗ്രി ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പോട്ട് വരുമ്പോൾ. അപ്പോൾ ഇതാണ് അലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങൊന്നും കാണത്തില്ല. കൂടി പോയി കഴിഞ്ഞാൽ ഒരു 4-5 നില കാണത്തുള്ളൂ. ഇവിടെ ഇതേപോലത്തെ ബിൽഡിംഗ് ആയിരിക്കും. അമ്പരചുംബികളായ ബിൽഡിങ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു 4-5 നില അത്രേ കാണത്തുള്ളൂ. അത്രയും മതി. ആൾക്കാർ കുറവാണ് കണ്ടോ. ഇത് കണ്ടല്ലോ, ട്രാഫിക്കൊക്കെ ഉണ്ട്, ഇത്രേ കാണത്തുള്ളൂ. അല്ല ഇവിടുത്തെ വിളക്ക്, പക്ഷേ വിളക്ക് മരമൊന്നും ഇവിടുത്തെ ട്രാഫിക് ഇതേ കണക്കാണ് കേട്ടോ. ഇത് ഒരു ലക്ഷറിയസ് ഫീലിംഗ് കിട്ടും. ഒരു പ്രീമിയം ഒരു ലക്ഷറീസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ട്രഡീഷണൽ എന്ന് പറയത്തില്ലേ, ആ ഒരു ഫീലിംഗ് രീതിയിൽ ഇവിടെ ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കും കേട്ടോ. ഇതെവിടെ കണ്ടോ, നമുക്ക് പോകാനുള്ള ആ ഒരു സൗണ്ട് അതിൻ്റെ അകത്ത് കേൾക്കുന്നത്. ഈ സൗണ്ട് നിൽക്കാത്ത അവിടെ ലൈറ്റ് കത്തും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് പ്രസ് ചെയ്യാം. ഇത് ടച്ചാണ് കേട്ടോ. എപ്പോഴും ഞാൻ പ്രസ് ചെയ്തു. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ റോഡാണ് ഒമാൻ, സുൽത്താൻ ഓഫ് ഒമാൻ എന്ന് നടക്കുന്നത്. ഇവിടെ കണ്ട പ്രാവൾ വയ്ക്കുന്ന കേട്ടോ. ഒരു കല്ലെടുത്ത് എറിയാൻ അടിപൊളി രസമായിരിക്കും. പക്ഷേ ഇവിടുത്തെ പോലീസുകാർ ഓട്ടിക്കും കേട്ടോ. ഏകദേശം ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ദുബായ് റോഡ് ബസ്. അപ്പം നമ്മൾ ബസ് കാത്തിരിക്കുകയാണ്. ഒരു വലിയൊരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ നിന്നാണ് ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി ഒമാനിലോട്ടൊക്കെ പോകുന്നത്. അപ്പം നമ്മളിനി തിരിച്ചു പോവുകയാണ്.